കോണ്ടന്റ് ക്രിയേറ്റർ അഖിലന്നാറുടെ റിലേറ്റ് ചെയ്ത് ഞാൻ കുറച്ച് സ്റ്റോറീസ് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ അഖിൽ എന്നാരിയുടെ ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ അഖിലിൽ നിന്നും തനിക്ക് നേരിട്ട ദുരനുഭവം വെളിപ്പെടുത്തി മുൻ ബിഗ് ബോസ് താരം ഏഞ്ചലിൻ മരിയ. മുൻപ് തൻ്റെ മാനസികാരോഗ്യ അവസ്ഥയെ അഖിൽ പരിഹസിച്ചതിനെതിരെയാണ് ഏഞ്ചലിൻ മരിയ ഇപ്പോൾ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ഒരാളുടെ ആരോഗ്യാവസ്ഥയെ വിറ്റ് കാശാക്കുമ്പോൾ നാളെ നിന്റെ മോശം അവസ്ഥയെ വെച്ച് മറ്റുള്ളവർ കാശാക്കുമെന്ന് ഓർക്കുക എന്നും ഏഞ്ചലിൻ പറയുന്നു. അഖിൽ എന്നാർഡിയുടെ യൂട്യൂബ് ചാനലിലെ സബ്സ്ക്രൈബറും ഫോളോവറുമായിരുന്നു താനെന്നും തൻ്റെ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡറിനെയും മൈസോഫോബിയയെയും പരിഹസിക്കുന്ന വീഡിയോ കണ്ട് വലിയ മാനസിക വിഷമമുണ്ടാക്കിയെന്നും ഏഞ്ചലിൻ കൂട്ടിച്ചേർക്കുന്നു. 2019 മുതൽ താൻ ഇതിനായി ചികിത്സയിലാണെന്നും ആ വീഡിയോ കണ്ട ശേഷം ഉറങ്ങാൻ പോലും കഴിഞ്ഞില്ല എന്നും നിരവധി തവണ കരഞ്ഞിട്ടുണ്ട് എന്നും ഏഞ്ചലിൻ മരിയ പറയുന്നു. ഏഞ്ചലിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നിരവധി കണ്ടന്റ് ക്രിയേറ്റർമാർ പല രീതിയിൽ തന്നെ ട്രോളിയിട്ടുണ്ട്. അത് കാണുന്നത് ഞാൻ ആസ്വദിക്കാറുമുണ്ട്. എന്നാൽ നിങ്ങൾ ചെയ്തത് കടുത്ത ക്രൂരതയാണ്. ഞാൻ മാത്രമല്ല, OCD മൂലം പ്രയാസപ്പെടുന്ന നിരവധി ആളുകളുണ്ട്. മരുന്നുകളും കുത്തിവയ്പ്പുകളുമായി സ്വന്തം ജീവിതത്തിലോട് പൊരുതി മുന്നേറാൻ അവർ ഏറെ ശ്രമിക്കുന്നുമുണ്ട്. ഒരാളുടെ മാനസികാരോഗ്യ അവസ്ഥയെ വിറ്റ് കാശാക്കുമ്പോൾ ഓർക്കുക, നാളെ നിന്റെ മോശം അവസ്ഥയെ വെച്ച് മറ്റുള്ളവർ കാശാക്കും. ജീവിതത്തിൽ കുറച്ചെങ്കിലും തിരിച്ചറിവുണ്ടാകൂ. ഞാൻ യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്ററായ അഖിൽ എന്നാർഡിയുടെ ഒരു സബ്സ്ക്രൈബറും ഇൻസ്റ്റഗ്രാം ഫോളോവറുമായിരുന്നു. എന്നെക്കുറിച്ച് അദ്ദേഹം യൂട്യൂബിൽ പങ്കുവച്ച വീഡിയോ കാണുന്നതുവരെ ആ വീഡിയോയിലെ ഒരൊറ്റ കാര്യമൊഴികെ ബാക്കിയെല്ലാം ഞാൻ ആസ്വദിച്ചിരുന്നു. ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ, ഇതിനെക്കുറിച്ച് ഗൂഗിളിൽ തിരഞ്ഞു നോക്കൂ. 2019 മുതൽ ഞാൻ അതിനായി ചികിത്സയിലാണ്. എന്നെപ്പോലെ തന്നെ സമാന ലക്ഷണങ്ങളുള്ള, പ്രത്യേകിച്ച് മൈസോഫോബിയ, അഴുക്കിനോടും അണുക്കളോടും അമിതഭയം, നിരവധി OCD രോഗികളുണ്ട്. ഒരു കണ്ടന്റ് ഉണ്ടാക്കുന്നത് ശരിയാണ്. എന്നാൽ ഒരാളുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് കണ്ടന്റ് ഉണ്ടാക്കുന്നത് അത്ര നല്ല കാര്യമല്ല. അത് ക്രൂരതയാണ്. ആ വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ ഒരുപാട് കരഞ്ഞു. ഉറങ്ങാൻ പോലും പ്രയാസപ്പെട്ടു. നിങ്ങൾ കാരണം ഞാൻ വൈകാരികമായ കടുത്ത വേദനയിലൂടെയാണ് കടന്നു പോകുന്നത്. ആ ഘട്ടത്തിൽ ഞാൻ കർമ്മയിൽ വിശ്വസിച്ചു. അതെ, എന്നെങ്കിലും നിങ്ങൾ എന്നെപ്പോലെ അതേ ഘട്ടത്തിലൂടെ കടന്നു പോകണമെന്നും ഞാൻ ആഗ്രഹിച്ചു. സാഹചര്യം എന്തായാലും ഈ അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ വൈകാരികമായി തകർന്നിരിക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞു. നിങ്ങൾ കാരണം ഞാൻ അനുഭവിച്ചത് തന്നെയാണ് ഇതാണ് കർമ്മ. കടലിലേക്ക് ഒരു കല്ലെറിയുമ്പോൾ ആ കല്ല് എത്ര താഴത്തേക്കാണ് പതിക്കുന്നതെന്ന് നിങ്ങൾക്കറിയില്ല. ഇത്തരം കണ്ടന്റുകൾ ഉണ്ടാക്കുന്നതിന് മുൻപ് ദയവായി ചിന്തിക്കൂ. ഞാൻ അഖിലിൻ്റെ Xോ Yയോ അല്ല. എൻ്റെ സ്റ്റോറി കൃത്യമായി വായിച്ചു നോക്കുക. ഞാൻ അയാൾക്കെതിരെ ഒരു മോശവും ചെയ്തിട്ടില്ല. അയാളുടെ കർമ്മയാണ് ഇത് ചെയ്തത് എന്നും ഏഞ്ചൽ മരിയ പറയുന്നു.